ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ക്ലേ ആർട്ടായിട്ടാണ് വന്നിരിക്കണേ. അപ്പൊ മിനി ഫ്ലവർ പോട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണേ. അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തേക്കുന്ന കളറ് പിങ്കും അതുപോലെ തന്നെ പർപ്പിളും കൂടിയാണ്. അപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പിങ്ക് ക്ലേ എടുത്ത് ഇങ്ങനെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ നല്ലോണം മനസ്സിലാവുമല്ലോ. അപ്പൊ അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പർപ്പിൾ ക്ലേ എടുത്തിട്ട് ബോൾസ് ആയിട്ട് ഉരുട്ടി അതിന്റെ നടുക്കൂടി വെച്ച് കൊടുക്കുക. ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ബോളിൽ ഇങ്ങനെ ചെറിയ ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ ക്ലേയുടെ കൂടെ കിട്ടുന്ന ആ ടൂൾ വെച്ച് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്രീൻ ക്ലേ എടുത്തിട്ട് നമുക്ക് അതിന് ലീഫും തണ്ടും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബലം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലാണെങ്കിലും കുത്തി കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്നത് ചന്ദനത്തിരിയുടെ കമ്പാണ്. അതിൽ ക്ലേ ഇങ്ങനെ ചുറ്റി കൊടുത്ത് പൂവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് ലീഫ് കൂടി ഉണ്ടാക്കി എടുക്കണം. അത് നമ്മൾ ഫ്ലവർ ചെയ്ത പോലെ തന്നെ വെട്ടി മടക്കി എടുക്കുക. അപ്പോൾ ഒരു ലീഫിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ തണ്ടിലോട്ട് ഈ ലീഫ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ പോട്ടിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് മരുന്നിന്റെ മെഷർമെന്റ് കപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിനി ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലേ നിറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ അതിൻ്റെ അകത്തോട്ട് കുത്തിവെക്കുക. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി പിങ്ക് ക്ലേ തന്നെ എടുത്തിട്ട് റൗണ്ട് പോലെ ആക്കി പോട്ടിന്റെ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പോട്ടിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടി കമന്റ് ചെയ്തേക്കണേ. ബൈ ബൈ.